അയ്യപ്പേട്ടാ, ഈ തദ്ദേശ ഭരണ കമ്മീഷൻ അധ്യക്ഷനായിട്ട് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ നിയമിച്ചല്ലോ. ആ ഉത്തരവ് വളരെ വിവാദമായിട്ടുണ്ട്. സത്യത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. സത്യത്തിൽ പിണറായി വിജയന്റെ മണ്ടയ്ക്കൊരു അടിയേറ്റ പോലെയല്ലേ, തലമണ്ടയ്ക്കൊരു അടിയേറ്റ പോലെയല്ലേ ഈ കാര്യങ്ങൾ? തീർച്ചയായിട്ടും. അതായത് ഈ ഒരു ഉദ്യോഗസ്ഥൻ ബി അശോക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇപ്പോൾ കൃഷി വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഏതെല്ലാം വകുപ്പുകൾ അദ്ദേഹത്തിനെ നിയമിച്ചിട്ടുണ്ടോ, സർക്കാർ ഏർപ്പെടുത്തി, ഈ IAS സർക്കാർ നിയമിക്കുന്നതാണല്ലോ, അവർ നിയമിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അദ്ദേഹം തെളിയിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. ഇതിൻ്റെ എല്ലാം ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന, അതെ, ഈ പ്രശാന്തിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ബി അശോക്. അവർക്ക് സർവീസ് സംഘടനയുണ്ട്, IAS സംഘടനയുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സംസാരം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന പ്രജാപതി അല്ലെങ്കിൽ മാടമ്പി എന്ന് തന്നെ പറയാം, അദ്ദേഹം, അതായത് ഈ സാധാരണ ഇടതുപക്ഷ ഭരണം വരുമ്പോൾ ഇവർ IAS അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ മൈൻഡ് ചെയ്യില്ല, ഇവർ പറയുന്നത് പായും പൂട്ടി നിന്ന് കേൾക്കണം എന്നൊക്കെ പറയുന്ന ഒരു പറച്ചിലുണ്ടെങ്കിലും ഇടതുപക്ഷത്തിലും ഉദ്യോഗസ്ഥരുടെ കഴിവിനെ, മെരിറ്റിനെ വേണ്ട അർഹത കൊടുത്ത നിരവധി മന്ത്രിമാർ ഇടതുപക്ഷത്തിലുണ്ടായിരുന്നു. അതിലൊന്ന് KR ഗൗരി അമ്മയാണ്, പിന്നെ G സുധാകരനാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരോട് ഇവർ പറയുന്നതിന്, ഇപ്പോൾ ഒരു ഫയല് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഫയൽ വായിച്ചു നോക്കിയിട്ട് എല്ലാം തന്നെ അറിയണമെന്നില്ല, ഈ ഉദ്യോഗസ്ഥരാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ മേൽ പിണറായി വിജയൻ ഒരു വല്ലാത്ത എന്തോ പറയുക, അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിക്കകത്ത് പാർട്ടി അണികളോട് അപ്രമാദിത്വം, ഒരുതരം താൻ പറയുന്നത്, താൻ പിടിക്കുന്ന മുയലിന് കൊമ്പെന്ന് പറയുന്ന പോലെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, അല്ലെങ്കിൽ അങ്ങേരെ താണ് വീണ് ഇപ്പോൾ പൊഴുത്ത് പാട്ട് പാടിയതുപോലെ പുകഴ്ത്തി നിൽക്കുന്നവരാണ് അദ്ദേഹത്തിന് ആവശ്യം. അപ്പോൾ ഇദ്ദേഹം ജോലി മാത്രം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അശോകൻ എന്ന് പറയുന്ന ബി അശോകൻ എന്ന ഉദ്യോഗസ്ഥൻ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഏട്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ, അവരുടെ ഓൺലൈൻ ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പ്രശാന്ത് കളക്ടർ പറയുന്നുണ്ട്, അദ്ദേഹം, അതായത് ബി അശോക് തന്റെ ഗുരുസ്ഥാനിയൻ തന്നെയാണ് തീർച്ചയായിട്ടും എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചേട്ടൻ അദ്ദേഹം കൂടി ശരിവയ്ക്കുന്നുണ്ട്. അതിനകത്ത് ഈ സർക്കാരിന്, അതായത് ഇതിൽ ഇത്രയുമേ ഉള്ളൂ. അതായത് ബി അശോക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ മന്ത്രി ആരാണ്? നമ്മുടെ പ്രസാദ് എന്ന കൃഷിമന്ത്രിയാണ്, CPIയുടെ മന്ത്രി. അപ്പോൾ CPIയുടെ മന്ത്രി പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള നിരവധി അത്തരത്തിലുള്ള പരിഷത്ത് പോലത്തെ സംഘടനകളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ പ്രജിതയുടെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതിയിൽ ഒരു ബിസിനസ് തന്നെ ആകട്ടെ, അതിൽ നിങ്ങൾ നിർത്തിയിരിക്കുന്ന ഒരാളിനെ, നിങ്ങളുടെ മേളിൽ ഒരു ആൾ ഹൈറാർക്കിയിലുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങളോട് പോലും പറയാതെ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെ മാറ്റുന്നത് എത്രത്തോളം ശരിയാണ്? അതായത് പി പ്രസാദ് എന്ന മന്ത്രി, അദ്ദേഹത്തിൻ്റെ കൃഷി വകുപ്പിൽ, അതായത് ഓരോരുത്തരും ഓരോ വകുപ്പിലും ഓരോ മന്ത്രിമാരും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ തങ്ങൾക്ക് വേണമെന്ന് വെക്കുന്നത് തങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കാനും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന ബി അശോക് എന്ന ഉദ്യോഗസ്ഥനെ പ്രസാദ് എന്ന മന്ത്രിക്ക് ഏറ്റവും ഉപകാരപ്പെടുകയാണ് ഉണ്ടായത്. അത് ഹോർട്ടിക്കൾച്ചർ മിഷൻ പോലെയുള്ള നിരവധി ഇതിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള കാര്യങ്ങൾ പ്രവർത്തനം, കൃഷി വകുപ്പിൻ്റെ ശരിക്കും ഉള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മികച്ച ഒരു രീതിയിൽ കാര്യം. അപ്പോൾ പ്രസാദ് എന്ന് പറയുന്ന മിനിസ്റ്റർ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കിട്ടിയത് നല്ലതായി എന്ന്. അതെല്ലാം മണത്തറിഞ്ഞിട്ട്, കൂടാതെ ഈ പ്രശാന്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതും കൂടെ അറിഞ്ഞിട്ട്, CPM എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും വലിയേറ്റ മനോഭാവം ഈ ഇടതുമുന്നണിയിലുള്ളതാണ്. അങ്ങനെ ആ മനോഭാവത്തിൻ്റെ കൂടെയാണ് CPIയുടെ മന്ത്രിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു നല്ല ഉദ്യോഗസ്ഥനെ വേണ്ട എന്നുള്ള പിണറായി വിജയന്റെ കാഞ്ഞ ബുദ്ധി ആണ് ഒരു മന്ത്രിസഭാ തീരുമാനത്തിൽ, അല്ലെങ്കിൽ മന്ത്രിയെ അറിയിച്ചിട്ട് പോലുമല്ല ഇത്തരത്തിൽ തദ്ദേശ ഭരണ വകുപ്പിലെ അധ്യക്ഷനായി അദ്ദേഹത്തെ മാറ്റിയത്. അദ്ദേഹം വഴി ഒരു പ്രോജക്ട് തയ്യാറാക്കി അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് ആ ഫണ്ട് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് 2000-ലേറെ കോടി രൂപയുടെ ഫണ്ടാണ് ആ പദ്ധതികൾ. അതായത് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഭരണം കൊണ്ടുപോകുന്ന കൃഷി വകുപ്പിലെ ആ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും നല്ലൊരു മികച്ച ഉദ്യോഗസ്ഥനാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ കാരണം മറ്റൊന്നുമല്ല, ഒന്ന് CPI എന്ന പാർട്ടി
സ്വന്തം ഭരണ മുന്നണിയിലെ ഒരു നല്ല വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിലും സഹിക്കാൻ പറ്റാതെ പിന്നെ ഈ പ്രശാന്ത് എന്ന് പറയുന്ന IAS ജൂനിയറായ അല്ലെങ്കിൽ വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ, അതായത് ഇവർ രണ്ടുപേരും ഏതാണ്ട് ജോലിയുടെ കാര്യത്തിൽ ഒരേ സ്വഭാവമുള്ള. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പറയുന്ന അശോക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം വ്യക്തിത്വമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിനും പറയാം, അദ്ദേഹത്തിന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അദ്ദേഹത്തിനെ ഇങ്ങനെ ഈ വകുപ്പിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അറിയിക്കേണ്ടതാണ്. ഇങ്ങനെ ഈ തസ്തികയിലേക്ക് നിങ്ങളെ മാറ്റി അദ്ദേഹത്തോടൊരു വാക്ക് പോലും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതിന്മേലാണ് അദ്ദേഹം ഇത് എന്നിട്ട് ടിങ്കു ബിസ്വാൾ എന്നോ മറ്റോ ഉള്ള വേറൊരു IAS ഓഫീസറെ ഇദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് കൊണ്ടുവരാനും നിയമിക്കാനും നോക്കിയെങ്കിൽ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ടിങ്കു ബിസ്വാൾ വന്ന് ജോയിൻ ചെയ്തില്ല. അപ്പോൾ ഇദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ പണികളിലേക്ക് പോയി ട്രൈബ്യൂണലിനെ അറിയിക്കുന്നു. ട്രൈബ്യൂണൽ അതിൽ ഇടപെടുന്നു. അപ്പോൾ ഫലത്തിൽ സർക്കാർ ഇപ്പോഴും അദ്ദേഹത്തെ തദ്ദേശ കമ്മീഷൻ അധ്യക്ഷനായി കൃഷി വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അശോകിനെ മാറ്റിയതിൽ തെറ്റുകളില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ KM എബ്രഹാം അല്ലേ, KM എബ്രഹാം എന്ന് പറഞ്ഞൊരു ഫിനാൻസ് സെക്രട്ടറി ഉണ്ട്. എൻ്റെ അറിവിൽ ഞാൻ തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ നിരവധി തവണ ഈ ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരിക്കുമ്പോൾ മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ 8 വർഷത്തിന് ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യകാലം മുതൽ അദ്ദേഹം പെൻഷൻ പറ്റിയിട്ടും അദ്ദേഹത്തിന് വീണ്ടും കാശ് കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ വ്യക്തിത്വമില്ലാത്ത കൊടുക്കുന്ന കാശ്, അതായത് ആ ശമ്പളത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ, അദ്ദേഹത്തിന് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ അതിനൊക്കെ പുറമെ ഈ എബ്രഹാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു അപവാദമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള വേണു എന്ന നമ്മുടെ ഇപ്പോൾ പോയ ചീഫ് സെക്രട്ടറി. ഈ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന് ഇതേപോലെ മറ്റൊരു പോസ്റ്റ് കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം അതൊരു നാടക നടനൊക്കെയാണ്, നാടകമൊക്കെ അമച്ചർ നാടകമൊക്കെ അഭിനയിക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെയുള്ള ഒരു നല്ല മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു ശാരദാ മുരളീധരൻ. അവർ പോയി ഏതാണ്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ ശാരദാ മുരളീധരനും പോകാൻ അവർ പെൻഷൻ ഇറങ്ങാം, അവർക്ക് അവരുടെ കാലാവധി കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, ഈ പറയുന്ന B അശോകിനെ പോലെയുള്ള വ്യക്തിത്വമുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ പ്രശാന്തിന്റെ കാര്യത്തിൽ നമ്മൾ വേറെയും പല ഉദ്യോഗസ്ഥരെ പേരുകളും നമ്മൾ പറഞ്ഞു കേട്ടോ, IAS ഉദ്യോഗസ്ഥരുടെ അല്ലേ. അപ്പോൾ അവരൊക്കെ തന്നെ ഇവർക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യം തന്നെ പാദസേവ ചെയ്യുന്ന, താൻ പറയുന്ന കൂത്തിന് നിൽക്കുന്ന, തങ്ങൾ പറയുന്ന വെട്ടിപ്പും തട്ടിപ്പിനും കൂട്ടു നിൽക്കുന്ന കുറേ ഉദ്യോഗസ്ഥരെയാണ്. അതിന് ഈ B അശോകിനെ പോലെയുള്ള പ്രശാന്തിനെ പോലെയുള്ളവരെ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള നടപടികൾ. അതായത് എന്തൊക്കെയാണ് ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായ ചില പ്രോപ്പർ വേകളുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിനെ മാറ്റുന്നതിന്, അദ്ദേഹത്തിനെ നിയമിക്കുന്നതിന് അദ്ദേഹത്തിന്റെ വകുപ്പ് മന്ത്രിയോട് പറയണം, അദ്ദേഹത്തിനോട് ചോദിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വകുപ്പ് മാറ്റി തരട്ടെ എന്ന് ചോദിക്കണം. അപ്പോൾ ജയതിലകനെ പോലെയുള്ള അല്ലേ, ജയതിലക IAS ഒക്കെ സർക്കാരിന്റെ സ്തുതിപാട്ടിലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ മതി. അതിൽ തങ്ങൾക്ക് വേണ്ടി കൊഴലൂത്ത് നടത്തുന്ന കുറെ തങ്ങൾ പറയുന്ന ഉദ്യോഗസ്ഥരെയാണ് ആവശ്യം. പക്ഷെ ഇവിടെ നമ്മൾ അശോക് എന്ന ഉദ്യോഗസ്ഥനെ നമ്മൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനം, അദ്ദേഹം അവരുടെ IASകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത് മുതൽ പിണറായി വിജയൻ്റെ തലയ്ക്ക് കിട്ടിയ ഒരു അടിയാണ്. അവിടെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ അഹങ്കാരത്തിന് ഈ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്ത ഒരു തലയ്ക്കുള്ള അടി തന്നെ പറയാം, അല്ലേ, അങ്ങനെ തന്നെ നമുക്ക് പറയാം. അതിൽ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു അല്പം കൂടെ ഇഷ്ടം കൂടുതൽ തോന്നുകയാണ് B അശോക് എന്ന ഉദ്യോഗസ്ഥനോട്.